ആർക്കും എൻ്റെ അവസ്ഥ അറിയണ്ടല്ലോ. എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കാനല്ലോ ഞാൻ. ഒരു ലോഡ് പണിയും തരും, ടാർഗറ്റ് ഒന്നും അച്ചീവ് ചെയ്യുന്നില്ല പോലും. ഞാൻ എന്താ മനുഷ്യനല്ലേ, അല്ലാണ്ട് കുപ്പി നിറങ്ങുന്ന ഭൂതമൊന്നും അല്ലല്ലോ. ഇന്നാരായിരുന്നു? മാനേജറോ അതോ ടീം ലീഡോ? മാനേജർ. ആ എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പമില്ല, ഞാനല്ലേ അനുഭവിക്കുന്നത്. എന്റെ പൊന്നുമോള ചായ ഒന്ന് വിളിച്ചേ. ഓ സോറി ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാമേ. പഞ്ചാര ഇല്ലായിരുന്നല്ലേ, ഇപ്പൊ കറക്റ്റായി. രണ്ടുപേരുടെ പണിയാണ് ഞാൻ എടുക്കുന്നത്. എന്നാ അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? അതും ഇത് നിന്റെ അടുത്ത് എത്ര നാളായിട്ട് ഞാൻ പറഞ്ഞു റിസൈൻ ചെയ്യാം അവിടുന്ന്. റിസൈൻ ചെയ്താൽ നല്ല സുഖമായിരിക്കും. പിന്നെ മുഖത്തോട് വന്ന് നോക്കി ഇരിക്കാം. ചായയും ചോറും കറക്റ്റ് സമയമാകുമ്പോ എത്തും. വേറെ ജോലി നോക്കണം. അതാ പറഞ്ഞ നല്ല സുഖമായിരിക്കും. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനിയിപ്പോ നിനക്ക് അങ്ങനെ വായി കേട്ടേ വരത്തുള്ളെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നീ കേപ്പ് വരാമേ. വേണ്ട, ഞാൻ പോയി നോക്കാം. ആടി കേറ്. സ്കൂൾ ഗ്രൂപ്പ് കോളേജ് ഗ്രൂപ്പ് ഇതിൽ രണ്ടിലും തന്നെ നമ്പർ ഇല്ല. ഇൻസ്റ്റയിലാണെങ്കിൽ മെസ്സേജ് റിപ്ലൈ പോലും ഇല്ല. ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് ആയ കാലം ഞാൻ മറന്നു. പിന്നെ ഇൻസ്റ്റ, അതുള്ളതും ഇല്ലാത്തതൊക്കെ കണക്ക്. വെരി ഗുഡ്. അല്ല എന്താ ഇപ്പൊ പെട്ടെന്ന് കല്യാണം വിളിക്കാൻ വന്നതാണ്? നീ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് മേലെ +1 തൊട്ട് ഡിഗ്രി വരെ എൻ്റെ കൂടെ പഠിച്ചതാ. പിന്നെ ഇതെന്റെ വൺ ആൻഡ് ഓൺലി ഹസ്ബൻഡ് ഗോഷൻ. അല്ലെങ്കിലും കല്യാണത്തിന് വിളിച്ചില്ലോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? കെട്ട് കഴിഞ്ഞ് 4 തന്നാണല്ലോ വീട്ടുകാർ പോലും അറിയുന്നു. അത് പിന്നെ വൺ പ്ലാൻ ആയിരുന്നല്ലോ. ബാഗ് പാക്ക് ചെയ്യുന്നു, മതിൽ ചാടുന്നു, കെട്ടുന്നു, ശുഭം. പക്ഷെ അതിലിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യുന്നു? അല്ല ഞാൻ ഈ വീടൊക്കെ നോക്കി ഹൗസ് ഹസ്ബൻഡ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ജോലി? ഇതൊക്കെ ഒരു ജോലിയല്ലേ? നിനക്കറിയാലോ ഞാൻ പിന്നെ പണ്ടാരെ പ്രോഗ്രസീവ് ആണെന്ന്. അതുകൊണ്ട് ഞാൻ അവനെ വീട്ടിലിരുത്തി ഞാൻ ജോലിക്കും പോയി. അല്ലേ എന്താ മോടെ വരവിന്റെ ഉദ്ദേശം? നീ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കല്യാണം വിളിക്കാൻ വന്നതൊന്നുമല്ല. പിന്നെ ഞാനൊരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി അങ്ങ് ദുബായില്. അവിടെ എനിക്ക് സത്യം പറഞ്ഞ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരാളെ വേണം. ഒരു മാനേജർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ നിന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ ഞാനൊരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നെ മാനേജർ ആക്കുന്നൊക്കെ? ആ വാക്കൊന്ന് പാലിക്കാൻ വന്ന. എടി മോളെ, എന്നാലും ഞാൻ വിചാരിച്ചില്ലല്ലോ കമ്പനി അടിച്ചു നടക്കുന്ന കാലത്ത് നീ ഒരു കമ്പനി തുടങ്ങുന്നു. ആണല്ലേ, ഞാനും വിചാരിച്ചില്ല. ഇത് ഇത്രയും വലിയ സപ്പോർട്ടീവിടെ ഫ്രണ്ട് ഉണ്ടായിട്ടാണ് നീ ഒളിച്ചോടത്തിനോട് വിളിക്കാനേ? ചപ്പാത്തി കരിയുന്ന മണോ അല്ലേ വരുന്ന? ഒരു മിനിറ്റ്. എടി ഞാൻ ഇല്ലടി. ഒരുമാതിരി ചാടി എടുത്താണ്ടല്ലോ. ജാടയും തേങ്ങയൊന്നും അല്ല. ഞാൻ വന്ന ഇവിടുത്തെ കാര്യം ഒന്നും ശരിയാവില്ല. ഇവിടെ എന്ത് കാര്യം? അവനോട് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറയണം. നമ്മളവിടെ എല്ലാം സെറ്റ് ആയി കഴിയുമ്പോൾ അവനും കൊണ്ടുപോകാം. അതല്ല, ശരിയാവില്ല. എടി ഞാൻ പറയണ കേക്ക്. വാ, നീ വീടൊന്നും കണ്ടിട്ടില്ല, വാ കാണിച്ചു തരാം. ഞാൻ പറയണ നീ കേക്ക്. നീ വായോ. ഞാൻ ഇല്ലടി, ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ പോയി സെറ്റായി പൊക്കോളാം. അവനാണോ നിന്റെ പ്രശ്നം? എനിക്കിവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അവനെ അവരുടെ ഏതെങ്കിലും കമ്പനിയിലാക്കാം. എന്നിട്ട് എന്താ നീ എൻ്റെ കൂടെ വരുന്നു? ഫോണിന്റെ ഇതുണ്ട്. ഇത് മേലനടാ എൻ്റെ കൂടെ +1 മുതൽ ഡിഗ്രി വരെ പഠിച്ചേ. നിങ്ങൾ സംസാരിച്ച് ഞാൻ ചായ എടുത്തിട്ട് വരാം. പിന്നെ ഒരു ചായ ഇട്ടാ മതി, ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചാലോ. കുടിച്ചോ നീ? എന്നാ ഇയാൾക്ക് എടുക്കാം കേട്ടോ. എന്താടി അത്? അൽഷിമസ് സെക്കൻഡ് സ്റ്റേജ്. ആദ്യമൊക്കെ ചെറിയ ഓർമ്മക്കുറവാന്ന് വിചാരിച്ച, വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഒരു ദിവസം നീ വണ്ടി നിർക്കാവോ? അവിടെ ചെറുതായിട്ട് പിടിച്ച പോലെ. നീ അടുക്കള ലൈറ്റ് ഓഫ് ചെയ്തായിരുന്നോ? ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഓഫ് ചെയ്തിട്ട് വരാം. ഇവൻ എന്ത് ചെയ്യ അതിനകത്ത് ചെയ്യാനെന്താ? നീ ഇവിടെ എന്തോ എടുക്കുക? ഇതാണോ നീ കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? അല്ല, എന്ത് ചെയ്യുക? വണ്ടിയുടെ കീ ഞാൻ ഇവിടെ ഇവിടെ വെച്ച. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അറിഞ്ഞില്ല, പതിയെ പല കാര്യങ്ങളും മറന്നുപോയി. എന്താ മോളെ, സഹതാപമോടാണ്? ഞാൻ ഈ 4 മണിക്ക് ദുബായിക്ക് കൊണ്ടുപോയി. എനിക്ക് ഒരു കുഴപ്പമില്ല. അവനല്ലേ മറക്കുന്നത്, ഞാൻ ഉണ്ടല്ലോ. അവൻ എപ്പോഴും ഓർമ്മിപ്പിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ എന്നെ മറക്കും. പക്ഷെ പ്രശ്നമില്ല, അന്നേരം ഞാൻ അവനെ ഓർമ്മിപ്പിക്കാൻ കാണും. അതുകൊണ്ടാ മോളെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ചായ
എങ്ങനുണ്ട് പയ്യന്റെ ചായ? എന്റെ ട്രെയിനിങ്. അപ്പൊ ശരി, ബൈ. എല്ലാം സെറ്റാക്കാം. അവളുടെ പേരെന്തെന്നാ പറഞ്ഞേ? മിലൻ. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ഞങ്ങൾ തമ്മിൽ +1 മുതൽ ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ തമ്മിൽ ഒപ്പിക്കത്ത് ഒരു വള്ളിയില്ല. എല്ലാം ഞാൻ പറഞ്ഞുതരാം. വാ.